ഇന്നത്തെ വീഡിയോ ഗർഭകാലത്തിന്റെ 24ാമത്തെ ആഴ്ചയിൽ ഗർഭിണിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, കുഞ്ഞിന്റെ വളർച്ച, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നിവയെക്കുറിച്ചാണ്. 24 ആഴ്ച എന്ന് പറയുന്നത് ഗർഭകാലത്തിന്റെ സെക്കൻഡ് ട്രൈമസ്റ്ററിന്റെ 6ാം മാസത്തിലാണ്. ഇനി 16 ആഴ്ച കൂടിയുള്ളൂ കടന്നു പോകാൻ. ഈ ഒരു വീക്കിൽ ഗർഭിണിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വെയിറ്റ് കൂടുന്നതാണ് ഈ ഒരു വീക്കിൽ. അതുപോലെ വയറിന്റെ സൈസ് കൂടുതലായിരിക്കും, ബ്രസ്റ്റിന്റെ സൈസും കൂടുതലായിരിക്കും, സ്കിന്ന് കുറച്ചുകൂടെ ഡ്രൈ ആയിരിക്കും, അടിവയറ് വേദന, ഇടുപ്പ് വേദന, നടുവേദനയൊക്കെ കൂടുതലായിരിക്കും, മസിൽ കൊച്ചിപ്പിടുത്തം, കൈകാലുകളിലെ നീരൊക്കെ കാണുന്നതാണ്. അതുപോലെ തന്നെ നെഞ്ചെരിച്ചില്, ഗ്യാസിന്റെ പ്രോബ്ലം, കോൺസ്റ്റിപ്പേഷൻ, വജൈനൽ ഡിസ്ചാർജ് ഒക്കെ കൂടുതലായിരിക്കും. ഫ്രീക്വന്റ് ആയിട്ട് യൂറിനേഷനും കാണാം. രാത്രി കാലങ്ങളിൽ ഉറക്കം കുറവായത് കൊണ്ട് തന്നെ കണ്ണിന് ചുറ്റും ഡാർക്ക് സർക്കിൾസ് കാണാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കഴുത്തിന് ചുറ്റുമുള്ള സ്കിന്ന് കുറച്ചുകൂടെ ഡാർക്ക് ആയിട്ടായിരിക്കും ഉണ്ടാവുക. വെയിറ്റ് കൂടുന്നത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്ന് സ്ട്രെച്ച് ആവുന്നത് കൊണ്ട് തന്നെ വയറില്, ബ്രസ്റ്റില്, തുടയുടെ സൈഡിലൊക്കെ സ്ട്രെച്ച് മാർക്ക് കാണാനുള്ള നല്ല സാധ്യതയുണ്ട്. സ്കിന്ന് ഡ്രൈ ആയത് കൊണ്ട് തന്നെ ചൊറിച്ചിലും കൂടുതലായിരിക്കും. ഈ ഒരു സമയത്ത് കുഞ്ഞിന്റെ മൂവ്മെന്റ്സ് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യുന്നതാണ്. ചില സമയത്ത് വയറ് ടൈറ്റ് ആകുന്ന തരത്തിലുള്ള ഫീലിംഗ് ചിലർക്ക് അനുഭവപ്പെടാം. ഇത് പെട്ടെന്ന് തന്നെ ശരിയാകുന്നതാണ്. പൊതുവെ സെക്കൻഡ് ട്രൈമസ്റ്ററിൽ സിംറ്റംസ് ഒക്കെ കുറവായിരിക്കും പലർക്കും. എന്നാൽ മറ്റു ചിലർക്ക് ഈ ഒരു ടൈമിലും സിംറ്റംസ് ഒക്കെ കൂടുതൽ കാണാറുണ്ട്. നെഞ്ചെരിച്ചില്, ഗ്യാസിന്റെ പ്രോബ്ലംസ് ഒക്കെ കൂടുതലായിരിക്കും. അടുത്തത് ഇനി കുഞ്ഞിന്റെ വളർച്ച എങ്ങനെയാണെന്ന് നോക്കാം. കുഞ്ഞിന്റെ ഓർഗൻസ് എല്ലാം തന്നെ ഡെവലപ്പ് ആയിട്ടുണ്ടാവും. കുഞ്ഞിപ്പോൾ കാണാൻ ശരിക്കുള്ള കുഞ്ഞിനെ പോലെ തന്നെ ആയിരിക്കും. എന്നാൽ കുഞ്ഞിന്റെ സൈസ് വളരെ ചെറുതായിരിക്കും. ഈ ഒരു ടൈമില് കുഞ്ഞിന്റെ സൈസ് എന്ന് പറയുന്നത് ഒരു ചോളത്തിന്റെ അത്രയും ആയിരിക്കും ഉണ്ടാവുക. കുഞ്ഞിന്റെ മുഖത്തെ ഫീച്ചേഴ്സ് ആയിട്ടുള്ള കണ്ണ്, മൂക്ക്, ചുണ്ട്, പുരികം ഇവയൊക്കെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അതിന്റെ കേൾവിശക്തി കുറച്ചുകൂടി ഷാർപ്പ് ആയിരിക്കും. ഇന്നർ ഇയർ ഫോം ആയിട്ടുണ്ടാവും. കുഞ്ഞിന്റെ മസിൽസ്, ബോൺസ്, സ്കിന്നിനടിയിലുള്ള ഫാറ്റ് ഡെപ്പോസിറ്റ് ഒക്കെ ഓരോ വീക്കിലും കൂടുന്നത് കൊണ്ട് തന്നെ കുഞ്ഞിന്റെ വെയിറ്റും കൂടുന്നതാണ്. മുമ്പ് കുഞ്ഞിന്റെ സ്കിന്ന് ട്രാൻസ്പാരന്റ് ആയിരുന്നു. എന്നാൽ ഫാറ്റ് ഡെപ്പോസിറ്റ് കൂടുന്നത് കൊണ്ട് തന്നെ കുഞ്ഞിന്റെ ട്രാൻസ്പാരൻസി കുറഞ്ഞു വരികയാണ് ചെയ്യുക. ലങ്സ് ഇപ്പോഴും ഫുള്ളായിട്ട് ഫോം ചെയ്തിട്ടുണ്ടാവില്ല. കുഞ്ഞ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് കുടിക്കുന്നുണ്ടാവും. ബ്രെയിൻ അതിവേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന സമയമാണിത്. കുഞ്ഞിന്റെ കൈകാലുകൾ പെട്ടെന്ന് തന്നെ വളരും. കുഞ്ഞിന്റെ ഫിംഗർ പ്രിന്റ്സ് ഒക്കെ മുൻപേ ഫോം ചെയ്തിട്ടുള്ള ഒന്നാണ്. വെളുത്ത രക്താണുക്കൾ വികസിക്കുന്നുണ്ട്. ഇത് ഇൻഫെക്ഷൻ വരുന്നത് തടയും. കുഞ്ഞിന്റെ ഹൃദയം ഓരോ മിനിറ്റിലും 120 മുതൽ 160 തവണ വരെ മിടിക്കുന്നുണ്ടാവും. ഈ ഒരു വീക്കിൽ കുഞ്ഞിന്റെ നീളം എന്ന് പറയുന്നത് 30 സെന്റിമീറ്ററും കുഞ്ഞിന്റെ തൂക്കം 600 ഗ്രാമും ആയിരിക്കും. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. പ്രീനാറ്റൽ വൈറ്റമിൻസ് കറക്റ്റ് സമയത്ത് എടുക്കുക. ഹെൽത്തി ആയിട്ടുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യുക. അതായത് ഇലക്കറികൾ, പച്ചക്കറികൾ, ഫ്രൂട്ട്സ്, ഫൈബേഴ്സ്, പ്രോട്ടീൻസ്, കാൽഷ്യം, സിങ്ക്, ഫോളിക് ആസിഡ്, വൈറ്റമിൻ ഡി ഇവയൊക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക. ധാരാളം വെള്ളം കുടിക്കുക. 8 മണിക്കൂർ ഉറങ്ങാൻ ശ്രദ്ധിക്കണം. അതുപോലെ ഗസ്റ്റേഷണൽ ഡയബറ്റിക്സ്, പ്രഷറൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇവ നോർമൽ ആണെന്ന് എപ്പോഴും ഉറപ്പുവരുത്തുക. റെസ്റ്റും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലാത്തവരാണെങ്കിൽ മൈൽഡ് ആയിട്ടുള്ള എക്സസൈസ് ഒക്കെ ചെയ്യാവുന്നതാണ്. കുറഞ്ഞതൊരു 30 മിനിറ്റെങ്കിലും ദിവസവും നടക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ മലർന്ന് കിടക്കാതിരിക്കുക. ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.